രജനീകാന്ത് സിനിമകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ വരുന്ന ഒരു സിനിമയായിരിക്കും ഭാഷ. ഈ സിനിമ സംഭവിക്കാൻ കാരണം തന്നെ ഒരു അമിതാഭ് ബച്ചൻ സിനിമയാണ്. അതേതാണെന്ന് നിങ്ങൾക്കറിയോ? അമിതാഭ് ബച്ചനും രജനീകാന്തും രണ്ടുപേരും ശരിക്കും ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു വലിയേട്ടന്മാരെന്ന് പറയാം. കാരണം രണ്ടുപേരും പ്രായത്തിൽ ചെറിയ വ്യത്യാസമുള്ളൂ. പക്ഷെ രണ്ടുപേരും ഏകദേശം 70കളിലാണ് സിനിമയിൽ വരുന്നത്. അമിതാഭ് ബച്ചൻ ആദ്യം സൂപ്പർ സ്റ്റാറായി, രജനീകാന്ത് 75 വന്നു. ഒരു 80 ആയപ്പോഴേക്കും രജനീകാന്ത് ഒരു ടോപ്പ് ഹീറോ ആയി മാറി. രജനീകാന്ത് ഹിന്ദി സിനിമയിലേക്ക് എത്തിയത് 83ലാണ്. ആ സിനിമയിൽ അമിതാഭ് ബച്ചൻ അഭിനയിച്ചിട്ടുണ്ട്. അന്ധാ കാനൂൻ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ശരിക്കും അതിൽ അമിതാഭ് ബച്ചൻ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളാണ്. രജനീകാന്തിനെ ആ സിനിമയിലേക്ക് റെക്കമെൻഡ് ചെയ്തതും അമിതാഭ് ബച്ചനാണ്. ആദ്യം അവർ ഉദ്ദേശിച്ചിരുന്ന മിഥുൻ ചക്രവർത്തിനെയായിരുന്നു. പിന്നീട് അമിതാഭ് ബച്ചനാണ് രജനീകാന്ത് ഇങ്ങനെ ബോളിവുഡിലേക്ക് ഒരു എൻട്രി നോക്കുന്നു എന്നറിഞ്ഞിട്ട് രജനീകാന്തിനെ റെഫർ ചെയ്തു. അങ്ങനെ രജനീകാന്ത് ഹേമമാലിനിലേക്ക് അഭിനയിച്ച അത് ശരിക്കും ഒരു വിജയകാന്തിൻ്റെ തന്നെ ഒരു തമിഴ് സിനിമയുടെ, നമ്മുടെ എസ് എ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത ഒരു തമിഴ് സിനിമയുടെ റീമേക്കായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയോട് കൂടി രജനീകാന്തും അമിതാഭ് ബച്ചനും തമ്മിൽ ഒരു നല്ല ബോണ്ടിങ് ആയി. രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളായി. അതിനുശേഷം നമുക്കറിയാം രജനീകാന്ത് തമിഴ് സിനിമയിലെ തന്നെ ഏറ്റവും വലിയ, സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ടോപ്പ് ഹീറോ ആയി മാറി. അങ്ങനെ ഒരു ടോപ്പ് ഹീറോ ആയി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് രജനീകാന്ത് 90ൻ്റെ തുടക്കം അമിതാഭ് ബച്ചൻ നായകനായ ഹം എന്ന് പറയുന്ന സിനിമയിൽ രജനീകാന്ത് ഒരു സെക്കൻഡ് ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത്. ആ സിനിമ മുകുലസ് ആനന്ദ് എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് ഡയറക്ടറുടെ സിനിമയാണ്. അമിതാഭ് ബച്ചനാണ് അതിൻ്റെ ഹീറോ. ഒരുവിധം എല്ലാവരും സിനിമ കണ്ടിട്ടുണ്ടോ? ചുമ്മാ ചുമ്മാ എന്ന് പറയുന്ന ഒരു സോങ് ഒക്കെ ഉള്ളത് ആ സിനിമയിലാണ്. ആ സിനിമയിൽ അമിതാഭ് ബച്ചൻ്റെ ഒരു 2 അനിയന്മാരായിട്ട് അഭിനയിച്ചത്, ഒന്ന് രജനീകാന്തും മറ്റൊരു അനിയനായിട്ട് അതിലൊരു കോളേജ് സ്റ്റുഡൻ്റായിട്ട് അഭിനയിച്ചത് ഗോവിന്ദ അന്നത്തെ ഒരു വലിയൊരു അപ്കമിങ് സ്റ്റാർ ആയിരുന്നു. പിന്നീട് നമുക്കറിയാം 90കളിലെ ഒരു വലിയൊരു സ്റ്റാർ തന്നെയായിരുന്നു. ഒരു കമേഴ്ഷ്യൽ സിനിമകളുടെ ഒരു വലിയൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു നായകനായിരുന്നു. ഈ ഒരു സിനിമയിൽ ശരിക്കും അമിതാഭ് ബച്ചൻ ഒരു നാട് വിട്ടു പോയിട്ട് വേറൊരു സ്ഥലത്തെത്തി. ഈ ചെറിയ അനിയന്മാരെ വളർത്തിക്കൊണ്ടുവന്ന് ഒരാൾ പോലീസ് ഓഫീസർ ആവുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു കുടുംബസ്ഥനായി ജീവിക്കുന്ന ഈ അനിയന്മാരൊക്കെ ഓർമ്മ വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഓർമ്മ വയ്ക്കുന്ന ഒരു പ്രായപൂർത്തിയാകുമ്പോൾ കാണുന്നത് ഒരു പാവപ്പെട്ട ഒരു ചേട്ടനായിട്ടുള്ള ഒരു കഥാപാത്രത്തെയാണ്. ശരിക്ക് ഈ അമിതാഭ് ബച്ചൻ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അതൊന്നും ഈ അനിയന്മാർക്ക് അറിയില്ല, അവർ ചെറിയ കുട്ടികളായിരുന്നു. ഈ ഒരു സിനിമയിൽ ഒരു സീൻ ഉണ്ടായിരുന്നു. അതിൽ ഗോവിന്ദനെ ഒരു കോളേജിൽ അഡ്മിഷന് ചെല്ലുമ്പോൾ അഡ്മിഷൻ കിട്ടാതെ അമിതാഭ് ബച്ചനും ആ കോളേജിൻ്റെ പ്രിൻസിപ്പളൊക്കെ ആയിട്ടുള്ള ഒരു സീനായിരുന്നു. ഒരു ഹീറോയിസം നിറഞ്ഞ ഒരു സീനായിരുന്നു. ഈ സീൻ പക്ഷേ സംവിധായകൻ ആ സിനിമയിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എന്തോ സംവിധായകൻ ആ ഒരു സീൻ ആ സിനിമയ്ക്ക് ആപ്റ്റല്ല എന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം. പക്ഷേ രജനീകാന്തിൻ്റെ മനസ്സിൽ ഈ സീൻ കടന്നു. രജനീകാന്തിൻ്റെ അത് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു സീൻ. രജനീകാന്ത് ഈ സമയത്ത് തന്നെ പാരലലി അണ്ണാമലൈ എന്ന് പറയുന്ന ഒരു സിനിമ, തമിഴിൽ നമുക്കറിയാം അണ്ണാമലൈ രജനീകാന്തിൻ്റെ സൂപ്പർ സിനിമയാണ്. അണ്ണാമലയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അണ്ണാമലയുടെ സംവിധായകൻ സുരേഷ് കൃഷ്ണ, സുരേഷ് കൃഷ്ണ കോമ്പോയിൽ കുറേ ഹിറ്റ് സിനിമകൾ വന്നിട്ടുണ്ട്. സുരേഷ് കൃഷ്ണയുടെ അടുത്ത് രജനീകാന്ത് ഈ ഐഡിയ പറഞ്ഞു, ഞാനിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ബിഗ് ബിയുടെ കൂടെ അഭിനയിക്കുന്ന സിനിമയിലെ ഒരു സീനാണ് ഇത്. അവർ ഒഴിവാക്കി, പക്ഷേ ഇതിലൊരു കഥയുണ്ട്. ഈ കഥ വെച്ചിട്ട് ഒരു സിനിമ നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് സുരേഷ് കൃഷ്ണൻ്റെ മനസ്സിലത് കിടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് വേറൊരു ചെറിയൊരു കൊച്ചു സിനിമയാണ് രജനീകാന്തും സുരേഷ് കൃഷ്ണനും ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഭാഷ ചെയ്യണത്. ആ ഒരു സീനാണ്. ഭാഷയിൽ നമുക്കറിയാം ഓട്ടോ ഡ്രൈവറായ രജനീകാന്ത് അനീതിക്ക് ഒരു ജോലിയുടെ ഒരു കാര്യത്തിനൊരു സ്ഥലത്ത് ചെല്ലുന്നതും അവിടെ വെച്ചിട്ട് രജനീകാന്ത് ഞാൻ ആരാണ് എന്ന് അറിയോ എന്ന് ചോദിച്ചൊരു ഭാഷ എന്ന് പറയുന്ന ഒരു രംഗം ഈ അവിടെ ഇരിക്കുന്ന ആൾ എഴുന്നേൽക്കുന്നതും ഭയങ്കര പേടിയും ബഹുമാനമൊക്കെ നിറഞ്ഞ് രജനീകാന്തിനോട് പെരുമാറുന്ന ഒരു സീൻ. ഈ ഒരു സീനാണ് ശരിക്കും ആ ഹം എന്ന് ഒഴിവാക്കിയത്. പക്ഷെ രജനീകാന്ത് ആ സീൻ്റെ പൊട്ടൻഷ്യൽ കണ്ടു. രജനീകാന്ത് അത് സുരേഷ് കൃഷ്ണനോട് പറഞ്ഞ് അതൊന്നൊരു സിനിമ തന്നെ ഉണ്ടായി. നമുക്കറിയാം അതുവരെയുള്ള രജനീകാന്തിൻ്റെ എല്ലാ റെക്കോർഡും, തമിഴ് സിനിമയുടെ തന്നെ എല്ലാ റെക്കോർഡും ബ്രേക്ക് ചെയ്ത ഒരു സിനിമയായിരുന്നു ഭാഷ. ഈ ഭാഷ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അതിൽ കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ചരൺ രാജ് എന്ന് പറയുന്നുള്ള ഒരു നടൻ അതിലൊരു റോള് ചെയ്തിട്ടുണ്ട്. ചെറുതല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാമിയോ റോള് പോലെയാണ്, പക്ഷെ വളരെ പ്രാധാന്യമുള്ള റോളാണ്. രജനീകാന്തിൻ്റെ ഒരു ഫ്രണ്ടായിട്ടാണ്. ശരിക്കും ഈ ഒരു റോളിന് അന്ന് മമ്മൂട്ടീനെ ആലോചിച്ചതെന്നായിരുന്നു അവർ എന്നിട്ട് സംവിധായകനൊക്കെ. പക്ഷേ ആ സമയത്ത് ഓൾറെഡി ദളപതിയിൽ മമ്മൂട്ടിയും രജനീകാന്തും ഒരു കോമ്പോയിൽ വന്നുകൊണ്ട് മമ്മൂട്ടി വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് വേറൊരു നടനെ അതിൽ അഭിനയിപ്പിച്ചത്. പിന്നെ അതിൽ രഘുവരൻ ഒരു കൊടും വില്ലനായിട്ട്, രഘുവരൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു പേടിപ്പെടുത്തുന്ന വില്ലൻ റോളുകൾ ചെയ്തിട്ടുള്ളൊരു നടനാണ്. രഘുവരൻ അല്ലാതെ നമുക്ക് വേറെ ആരും സങ്കല്പിക്കാൻ പറ്റില്ല ഭാഷ സിനിമയിലേക്ക് വില്ലനായിട്ട്. അതിൽ മാർക്ക് ആൻ്റണി എന്ന് പറയുന്ന ഒരു പേരാണ് ആ കഥാപാത്രത്തിൻ്റെ. ഈ ഒരു പേരിൽ തന്നെ നമുക്കറിയാം ഈ അടുത്ത് ഒരു സിനിമ വന്നു, വിശാൽ അഭിനയിച്ച, എസ് ജെ സൂര്യക്ക് അഭിനയിച്ച ഒരു സിനിമയാണ്. അപ്പോൾ ഭാഷ ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള, അതായത് പിന്നീട് വന്ന പല ജനറേഷനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു
സിനിമയാണ് ഭാഷ. അതേപോലെ തന്നെ ഇതിൽ രജനീകാന്തിനെ കെട്ടിയിട്ട് അടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അന്ന് ആ സീനൊക്കെ ഷൂട്ട് ചെയ്ത ശേഷം അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറും പ്രൊഡ്യൂസർക്കൊക്കെ ആ ഒരു സീനൊന്നും വർക്കാവില്ല, ഇത് വേണ്ട, രജനീകാന്തിനെ അടിക്കുന്ന സീനോ തിയേറ്റർ കത്തിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇവർ പേടിപ്പിച്ചപ്പോൾ രജനീകാന്താണ് പറഞ്ഞില്ല, ആ സീൻ വേണം, കാരണം എനിക്ക് എത്രത്തോളം അടി കൊള്ളുന്നോ എന്നാലേ ഒരു പ്രേക്ഷകർക്ക് ആ ഒരു ഫീല് കിട്ടുള്ളൂ. പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഞാൻ തിരിച്ചടിക്കുമ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് കിട്ടണമെങ്കിൽ മാക്സിമം ആ ക്യാരക്ടറിന് ഹീറോയിന് അടി കൊള്ളണം എന്ന് പറഞ്ഞ് രജനീകാന്തും കൂടി വളരെ ഇൻവോൾവ് ചെയ്തിട്ടാണ്, പ്രൊഡ്യൂസറൊക്കെ കൺവിൻസ് ചെയ്തിട്ടാണ് ആ സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്തത്. ഭാഷ തമിഴിൽ സൂപ്പർ ഹിറ്റ് ആയ ശേഷം വേറെ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ കന്നഡയിൽ വിഷ്ണുവർദ്ധനാണ് ആ റോള് ചെയ്തത്. അവിടെയും ഭയങ്കര ഹിറ്റായിരുന്നു. ഭാഷ അതിന് ശേഷം കുറേ എനിക്ക് തോന്നുന്നു പിന്നീട് അത് 4K ആക്കിയിട്ടൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ പലപ്പോഴും അതിൻ്റെ റിലീസുകൾ നമ്മൾ കാണാറുണ്ട്. പിന്നെ ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്, മമ്മൂക്കയുടെ ഒരു സിനിമ, എനിക്ക് തോന്നുന്നു ബിഗ് ബി ആണ് തോന്നുന്നു, ബിഗ് ബി തമിഴിൽ ഡബ് ചെയ്ത് ഇറക്കി. അന്ന് ഡബ് ചെയ്ത് ഇറക്കിയപ്പോൾ ആ സിനിമയുടെ പേര് ഭാഷയായിരുന്നു തോന്നുന്നു, മാണിക് ഭാഷ എന്നെന്തോ പേരിലാണ്. അപ്പോൾ അത്രയും, അതായത് എത്ര ജനറേഷൻ മാറിയാലും ഭാഷ എന്ന് പറയുന്ന ഒരു സിനിമ അവർക്ക് തമിഴ്നാട്ടിലൊരു വികാരം തന്നെയാണ്. പിന്നെ നേരത്തെ നമ്മൾ അമിതാഭ് ബച്ചൻ്റെ ഹം എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് പറഞ്ഞ പോലെ അതിലൊരു ചുമ്മാ എന്ന് പറയുന്ന ആ ഒരു പാട്ട് ഭയങ്കര സെൻസേഷൻ ആയിരുന്നു. ആ പാട്ടൊക്കെ ലോകേഷ് ലിയോ ചെയ്യുമ്പോൾ ഈ ഒരു പാട്ടായിരുന്നു ലോകേഷിന് മനസ്സിലായത്. അതിൽ നാൻ റെഡിദാൻ എന്ന് പറയുന്ന ആ ഒരു വിജയുടെ ആ സോങ് ചെയ്യുന്ന സമയത്ത് ലോകേഷിന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ അമിതാഭ് ബച്ചൻ്റെ സിനിമയിലെ ഒരു പിക്ചറൈസേഷനും ഈ ഒരു സിനിമയുടെ പിക്ചറൈസേഷനും അതിൻ്റെ ഒരു മൂഡ്. ആ ലോകേഷ് അനിരുദ്ധിനോട് പറഞ്ഞ എനിക്ക് ഇതുപോലത്തെ ഒരു പാട്ട് വേണം, ആ ഒരു സിറ്റുവേഷൻ വേണം എന്ന് പറഞ്ഞിട്ടാണ് അതേപോലത്തെ ഉള്ള ഒരു ഫാസ്റ്റ് സോങ് ദളപതിക്ക് കൊടുത്തത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഹമ്മായാലും ഭാഷയായാലും അമിതാഭ് ബച്ചനായാലും രജനീകാന്ത് ആയാലും ഒക്കെ എത്ര ജനറേഷൻ മാറിയാലും ഒരു എന്താ പറയുക, സൂപ്പർ സ്റ്റാർസ് തന്നെയാണ്. അവരുടെ മനസ്സിൽ ഒരു ആരാധിക്കുന്ന ഒരു ദൈവങ്ങൾ തന്നെയാണ്, ഒരു വികാരം തന്നെയാണ് ഇവരൊക്കെ.